I thank the Lord for giving me yet another opportunity to be in your midst this morning. ഈ രാവിലെ നിങ്ങളുടെ ഇടയിലായിരിക്കത്തക്ക വിധത്തില് ഒരവസരം കൂടെ ദൈവം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. And for me it is a great privilege of coming back to this assembly. ഈ സഭയിലേക്ക് മടങ്ങി വരുന്നത് സഹോദരനെ സംബന്ധിച്ചൊരു വലിയ പദവിയാണ്. Because now at present I am residing in Trivandrum. ഇപ്പോഴ് തിരുവനന്തപുരത്താണല്ലോ സഹോദരന് താമസിക്കുന്നത്. So my local assembly officially is Tirumala. അതുകൊണ്ട് തന്നെ സഹോദരന്റെ സ്ഥലം സഭ എന്ന് പറയുന്നത് ഔദ്യോഗികമായിട്ട് തിരുമല സഭ തന്നെയാണ്. So when I come back to my assembly I feel comfortable. അതുകൊണ്ട് തന്നെ എന്റെ മാതൃസഭയിലേക്ക് മടങ്ങി വരുമ്പോൾ എനിക്ക് വളരെ വളരെ ഒരു പ്രത്യേക സന്തോഷം തോന്നുന്നുണ്ട്. This is also a place where my parents were worshipping God. എന്റെ മാതാപിതാക്കള് കർത്താവിനെ ആരാധിച്ചിരുന്ന സ്ഥലവുമാണല്ലോ. And it is a joy to be worshipping God along with my father. പ്രത്യേകിച്ച് പിതാവിനോട് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്നത് വലിയ സന്തോഷത്തിന് കാരണമാണ്. The extra joy is after many years we are all coming together as a family to India and this is the first worship after I think more than 6-7 years. 6-7 വർഷങ്ങൾക്ക് ശേഷം ഒരുപക്ഷേല് ആദ്യമായിട്ടായിരിക്കും കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് ഇന്ത്യയിൽ വന്ന് ഇങ്ങനെ കർത്താവിനെ ഒരുമിച്ച് ആരാധിക്കാൻ അവസരം ലഭിക്കുന്നു. So totally it is a great joy to be here this morning. ഇന്ന് ഇവിടെ രാവിലെ ആയിരിക്കുന്നത് ആകപ്പാടെ ഒരു വലിയ സന്തോഷത്തിന് കാരണമായിരിക്കും. When I was told this morning to speak this in the worship meeting today, ഇന്ന് രാവിലെ എന്നോട് ഇന്ന് വചന ശുശ്രൂഷ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ I was just thinking what is the topic I should come up with. ഞാൻ ഏത് വിഷയമാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുകയായിരുന്നു. And I came to a conclusion that there is something which is very important in the midst of all the believers these days. ഈ കാലങ്ങളില് വിശ്വാസികളുടെ എല്ലാം മധ്യത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ച് ചിന്തിക്കാനിടയായി. Brokenness is something which we see everywhere. നമ്മള് പലയിടത്തും തകർച്ച കാണുന്നുണ്ട്. Maybe because of sickness, ഒരുപക്ഷെ രോഗം കൊണ്ടായിരിക്കാം. maybe because of a job problem, ജോലിയിലെ പ്രശ്നങ്ങൾ കൊണ്ടാവാം. maybe the children who are studying might have a tough time to get through. ഒരുപക്ഷെ കുഞ്ഞുങ്ങളുടെ പഠനത്തോടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം. Maybe family problems, ചിലപ്പോഴ് കുടുംബ പ്രശ്നങ്ങളായിരിക്കാം. maybe a lot of other things which can disturb our own personal minds. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് വിവിധ പ്രശ്നങ്ങളാൽ വ്യാകുലപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. So every individual know what we are going through. നമ്മൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. But the word of God says if I quote a sentence like this and say the blessing of brokenness, I think many of you all will agree as children of God. ഞാൻ ഇങ്ങനെ ഒരുപക്ഷെ ഒരു പ്രസ്താവന നടത്തുകയാണെങ്കിൽ തകർച്ചയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എല്ലാവരും അതിനോട് യോജിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. But to be frank, in our personal life we might think it's a joke. എന്നാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തില് നമുക്കൊരു തമാശയായിട്ട് അത് അനുഭവപ്പെട്ടു എന്ന് വന്നേക്കാം. You might be wondering, when I go through sickness, what is the blessing all about? നമ്മളെ രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹം എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. But God says there is blessing in brokenness. എന്നാൽ ദൈവം പറയുന്നു തകർച്ചയിൽ അനുഗ്രഹമുണ്ട്. And we see God's presence with us in our brokenness. നമ്മുടെ തകർച്ചയുടെ ഇടയ്ക്ക് കർത്താവിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നു. There are many verses which I can quote. അനേക വാക്യങ്ങൾ എനിക്ക് ഉദ്ധരിക്കാവുന്നതായിട്ടുണ്ട്. When you see Psalm 34 and verse 18, സങ്കീർത്തനം 34:18 ചിന്തിക്കുമ്പോൾ the Lord is close to the broken hearted. ദൈവം തകർന്ന മനസ്സുകൾക്ക് സമീപയുള്ളവനാണ് എന്ന് നമ്മൾ കാണുന്നു. And saves those who are crushed in spirit. ആത്മാവിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ അടുത്ത് കർത്താവ് ഉണ്ട് എന്ന് നമ്മൾ വായിക്കുന്നു. When you come to Psalm 143 and verse 147 and verse 3, നമ്മള് സങ്കീർത്തനം 147 3 വാക്യത്തിലേക്ക് വരുമ്പോൾ he heals the broken hearted. അവൻ തകർന്ന ഹൃദയങ്ങളെ സൗഖ്യമാക്കുന്നു എന്ന് വായിക്കുന്നു. So there are many verses which we can see accordingly. ഇതുപോലെയുള്ള അനേക വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. You have to understand the essence of God's love is not the absence of problem, but the presence of the Lord in your brokenness. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് നമുക്ക് പ്രശ്നമില്ലാതെ ഇരിക്കുന്നതല്ല, മറിച്ച് പ്രശ്നങ്ങളുടെ മധ്യേ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നതാണ്.
Many people come out with a definition of brokenness. പല ആളുകളും എന്താണ് തകർച്ചയെന്നുള്ളതിനെ നിർവചിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. Some people they say they are shattered. ചില ആളുകൾ പറയും ഞങ്ങൾ തകർന്നുപോയി എന്ന്. Some people they say they are crushed. ചിലര് പറയും ഉടയ്ക്കപ്പെട്ടു എന്ന്. Some people they say they are deeply sorrowful. വളരെ ആഴമായ ദുഃഖത്തിലാണ് എന്ന് പറയും. But with all these things put together, ഈ കാര്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്താൽ only way to have comfort and peace is the presence of the Lord. എന്നാൽ ആകപ്പാടെ നമുക്ക് ആശ്വാസം ലഭിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യമാണ്. My dear brothers and sisters, maybe you're going through some brokenness in your life this morning. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തകർച്ചയുടെ അനുഭവം ഇപ്പോഴും ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. We might be even able to recall the psalmist and say, a broken and contrite heart, O God, you will not despise. തകർന്ന ഹൃദയത്തെ നിരസിക്കുകയില്ല ദൈവമേ എന്ന് നമ്മുടെ തകർച്ചയുടെ ഇടയ്ക്കും നമ്മൾ പറയുന്നുണ്ടായിരിക്കും. When we are broken, we are crying to our God within ourselves and saying, Lord, don't leave me alone. നമ്മൾ തകർച്ചയുടെ ഇടയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ദൈവമേ എന്നെ കൈവിടരുതേ എന്ന്. Normally, the world will discard anything which is broken. സാധാരണഗതിയില് ലോകത്തില് തകർന്ന വസ്തുക്കളെയൊക്കെ നമ്മൾ കളയാറാണ് ചെയ്യുന്നത്. But God uses that brokenness to make you a good vessel. എന്നാൽ ദൈവം അങ്ങനെയുള്ള തകർന്ന കഷ്ണങ്ങളെ ചേർത്ത് ഒരു നല്ല പാത്രം ഉണ്ടാക്കുന്നവനാണ്. And that is the greatness of our God. നമ്മുടെ ദൈവത്തിന്റെ മഹാത്മ്യവും അത് തന്നെയാണ്. And we should know that there can be unbroken attitudes in our lives. നമ്മുടെ ജീവിതത്തില് തകർച്ചയെ തടയുന്ന എതിർക്കുന്ന മനോഭാവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. We might try to use our own strength to show that we are not broken. നമ്മള് തകർന്നവരല്ലെന്ന് കാണിക്കത്തക്ക വിധത്തില് നമ്മുടെ സ്വയശക്തിയെ നമ്മൾ ഉപയോഗിച്ച് ശ്രമിക്കാറുണ്ട്. Certain things which pops up to show that is, ചില കാര്യങ്ങള് നമ്മൾ ഇത് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത് പൊങ്ങി വരുന്നത് it is pride in ourselves. നമ്മുടെ ജീവിതത്തിലെ അഹങ്കാരമാണ്. It might be self-centeredness. നമ്മുടെ വ്യക്തി കേന്ദ്രീകൃതമായ അവസ്ഥയായിരിക്കാം. And also these days it is a greatest problem is self-sufficiency. നമ്മളിൽ തോന്നുന്ന ആ സ്വയം പര്യാപ്തതയാണ് ഈ ദിവസങ്ങളിലെ മറ്റൊരു വലിയ പ്രശ്നം. So when you are self-sufficient of everything, you might not need God. നമ്മള് സ്വയം പര്യാപ്തരായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ ആവശ്യമേ ഇല്ലല്ലോ. It is very simple. Only when we have problems we say, Lord, help me. നമുക്ക് പ്രശ്നങ്ങൾ ഉള്ളപ്പോഴാണല്ലോ നമ്മൾ സാധാരണ ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് So പറയും. that is something which we need to note. നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് അതിരിക്കുന്നു. This morning I like to tell you 4 things which the experience of brokenness can take us through. നമ്മുടെ തകർച്ചയുടെ അനുഭവങ്ങളെ കൊണ്ടെത്തിക്കാവുന്ന 4 കാര്യങ്ങളെ കുറിച്ച് രാവിലെ പറയണമെന്ന് ആഗ്രഹിക്കുന്നു. Let me start with the first one. ഒന്നാമത്തേത് പറയട്ടെ. I have a very little time in front of me, so I will finish up fast. എനിക്ക് വളരെ കുറച്ച് സമയം മുന്നിലുള്ളൂ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ തീർത്തുകൊള്ളാം. God breaks us to bless us. ദൈവം നമ്മളെ തകർക്കുന്നത് നമ്മളെ അനുഗ്രഹിക്കാനാണ്. God is not here to cause undue pain in our life. നമ്മുടെ ജീവിതത്തില് അളവില്ലാത്ത വേദന ഉണ്ടാക്കാനല്ല ദൈവം നിലനിൽക്കുന്നത്. Because we know very well that God is love. ദൈവം സ്നേഹമാണെന്ന് നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാം. But God targets our life where we are unwilling to submit. നമ്മളെ തന്നെ സമർപ്പിക്കാനായിട്ട് നമ്മള് മടിയുള്ളവരായി തീരുമ്പോൾ ദൈവം നമ്മളെ ഒരു പക്ഷെങ്കിൽ നമ്മളെ ലക്ഷ്യമിട്ട് ചില കാര്യങ്ങൾ ചെയ്യും. Maybe an unhealthy relationship. ഒരുപക്ഷെ നമ്മൾക്ക് ഒരു ആശാസ്യമല്ലാത്ത ബന്ധമുള്ളപ്പോഴ്, maybe young children, please note, your friends might be something which God wants you to break you. യുവതി യുവാക്കളായിട്ടുള്ള ഒരു പ്രത്യേക ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൂട്ടുകെട്ട് ദൈവം ചിലപ്പോൾ ഒരു പക്ഷേ തകർക്കാൻ maybe that's not what God wants you to be in association with. ആ ഒരു ബന്ധത്തിലായിരിക്കണമെന്നില്ല ദൈവം നിങ്ങൾ തുടരണമെന്ന് ആഗ്രഹിക്കുന്നത്. So maybe God will break you. ദൈവം ചിലപ്പോൾ നിങ്ങളെ തകർത്തു എന്ന് വന്നേക്കാം. Maybe some of your laziness which is shunning your spiritual growth. ചിലപ്പോൾ നിങ്ങളുടെ ആത്മീയ വളർച്ചയെ തടയുന്നത് നിങ്ങളുടെ അലസതയായിരിക്കാം. And maybe even your some of your bad habits which is not allowing the blessings of our Lord in your life. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തില് ദൈവത്തിന്റെ അനുഗ്രഹം തടയുന്നത് നിങ്ങളുടെ ചില ദുസ്വഭാവങ്ങളായിരിക്കാം. So at that moment of time God decides to break you, not because he does hate you, it is because he wants to bring you back.
അങ്ങനെയുള്ള സമയങ്ങളിൽ ദൈവം നിങ്ങളെ തകർക്കാനായിട്ട് തീരുമാനിക്കും. അത് നിങ്ങളെ വെറുക്കുന്നത് കൊണ്ടല്ല, നിങ്ങളെ തിരികെ കൊണ്ടുവരുന്നതിന്. And what he does is break your pride. ഒന്നാമത് ദൈവം ചെയ്യുന്നത് നിങ്ങളുടെ അഹന്തയെ തകർക്കുകയാണ്. What he does is he removes your self-centered life. നിങ്ങളുടെ വ്യക്തികേന്ദ്രീകൃതമായ ജീവിതത്തെ മാറ്റിയെടുക്കും. And what he does is he will make you feel that you have to have God to be sufficient rather than being self-sufficient. നിങ്ങളുടെ ജീവിതത്തില് സംതൃപ്തി വേണമെങ്കിൽ ദൈവം ഉണ്ടെങ്കിലേ കഴിയുകയുള്ളൂ, മറിച്ച് ഒരു സ്വാർത്ഥതാ ജീവിതം മതിയാകയില്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. You need to break so that you will come up well. നിങ്ങൾ നന്നായി വളർന്നു വരുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ തകർക്കും. The word of God also talks about a wheat. നമ്മള് വചനത്തില് ഗോതമ്പിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന വായിക്കുന്നുണ്ട്. Unless a wheat grain falls into the earth and dies, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ, unless it goes through that broken process, ആ തകർച്ചയുടെ പ്രക്രിയയിലൂടെ ആ ഗോതമ്പ് മണി കടന്നു പോകുന്നില്ലെങ്കിൽ, it cannot bear fruit. അതിന് ഫലം കഴിക്കാൻ കഴിയുകയില്ല. So my dear brothers and sisters who are listening to me this morning, പ്രിയ സഹോദരി സഹോദരന്മാരെ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, if you are going through a life of brokenness, നിങ്ങൾ തകർച്ചയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ, because of some of your bad habits, നിങ്ങളുടെ തെറ്റായ സ്വഭാവങ്ങൾ കൊണ്ടാണെങ്കിൽ, because some of your bad relationships, ചില തെറ്റായ ബന്ധങ്ങൾ മൂലമാണെങ്കിൽ, because some of your things which is making you lazy in not growing spiritually, നിങ്ങളുടെ ചില അലസ സ്വഭാവങ്ങൾ കാരണം നിങ്ങൾ ആത്മീയമായിട്ട് വളരുന്നില്ലെങ്കിൽ, beware that God will break you to bring fruits from your life. സൂക്ഷിക്കുക, ദൈവം നിങ്ങളെ തകർത്തു എന്ന് വന്നേക്കാം നിങ്ങളിൽ കൂടുതൽ ഫലങ്ങൾ ഉണ്ടാകുവാൻ. So the best thing God is deciding is his intention is to bless you. ദൈവത്തിന്റെ നല്ല ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ അനുഗ്രഹിക്കുക എന്നുള്ളതാണ്. So he has to break you. അതുകൊണ്ട് നിങ്ങളെ തകർത്തേ മതിയാകൂ. So you need to come back so that you will receive this blessing. നിങ്ങൾ തിരിച്ചു വന്നേ പറ്റൂ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുകയും ചെയ്യും. So the first one I mentioned was God breaks you to bless you. നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് ദൈവം നിങ്ങളെ തകർക്കുന്നു, അതാണ് ഒന്നാമതായി ഞാൻ പറഞ്ഞ Now കാര്യം. the second one I have jotted down is God breaks us to recognize the need of God. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ ആവശ്യമുണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനായിട്ട് ദൈവം നമ്മളെ തകർക്കുന്നു. We have an example in Luke chapter 18. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നമ്മൾ ഒരു ഉദാഹരണം കാണുന്നുണ്ട്. We know that there was a prayer of a Pharisee and a tax collector. അവിടെ ഒരു പരീശന്റെയും ഒരു ചുങ്കക്കാരന്റെയും പ്രാർത്ഥനയെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. Both of them have gone to the temple to pray. രണ്ടുപേരും ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോയി. Their intention are the same. അവരുടെ രണ്ടുപേരുടെ ഉദ്ദേശം ഒന്ന് തന്നെയായിരുന്നു. Outwardly when people see, both have gone to pray. ജനങ്ങള് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ രണ്ടുപേരും പ്രാർത്ഥിക്കാൻ പോയി. But there is a difference in both of their prayer. എന്നാൽ അവരുടെ രണ്ടുപേരുടെയും പ്രാർത്ഥനയിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. We know in Luke chapter 18 verse 11 and 12, ലൂക്കോസിന്റെ സുവിശേഷം 18-ന്റെ 11-12 വാക്യങ്ങളിൽ the Pharisee is praying, പരീശൻ പ്രാർത്ഥിക്കുകയാണ്, God, I thank you that I am not like others. ഞാൻ മറ്റുള്ളവരെ പോലെ അല്ലായകയാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന്. He is calling others robbers, evildoers, adulterers. He is only bothered about others. അവൻ മറ്റുള്ളവരെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അവരെ പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ എന്നൊക്കെ വിളിക്കുകയാണ്. God, I thank you that I am not like them. അവരെ പോലെ ഞാൻ അല്ലാകിയാൽ നിന്നെ സ്തുതിക്കുന്നു എന്ന് So പറയുക. how is he now? അവൻ എങ്ങനെയാണ്? He is telling God, I fast twice a week and give 10th of all I get. ഞാൻ എനിക്ക് കിട്ടുന്നതിനെ കുറിച്ചൊക്കെ പതാരം കൊടുക്കുന്നു. Yeah, and you know that he is trying to justify himself that he is very righteous. അവൻ വളരെ നീതിമാനാണെന്ന് സ്വയം നീതീകരിക്കാൻ ശ്രമിക്കുക. But on the other hand, tax collector also has gone to pray. അതേസമയം തന്നെ ഇതാ ചുങ്കക്കാരനും പ്രാർത്ഥിക്കാനായിട്ട് പോയിരിക്കുന്നു. He is standing afar off. അവൻ അകലെ നിൽക്കുകയാണ്. And he can't even lift his head to heaven. അവന്റെ തല പോലും ഉയർത്താൻ അവന് കഴിയുന്നില്ല. He is beating his chest. അവന്റെ നെഞ്ചത്ത് അടിക്കുന്നുണ്ട്. And that is crying, my God, have mercy on me, the sinner. കർത്താവേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് അവൻ പ്രാർത്ഥിക്കുകയാണ്. There is brokenness in the life of a tax collector. ആ ചുങ്കക്കാരന്റെ ജീവിതത്തിൽ തകർച്ചയുണ്ട്. We might be praying to God every day. നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. But do you have the brokenness in your life to be able to feel that you need God in your life? അതേസമയം തന്നെ നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾക്ക് ദൈവത്തെ ആവശ്യമുണ്ടെന്ന് തോന്നത്തക്ക വിധത്തിൽ ആ തകർച്ചയുടെ അനുഭവം ഉണ്ടോ? Do you recognize God in your time of brokenness? നിങ്ങളുടെ തകർച്ചയുടെ സമയത്ത് നിങ്ങൾ ദൈവത്തെ തിരിച്ചറിയുന്നുണ്ടോ? We generally know when we have a problem and brokenness,
we automatically cry to God. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തകർച്ചയുടെ അനുഭവം ഉള്ളപ്പോൾ നമ്മൾ തനിയെ ദൈവത്തിലേക്ക് തിരിയാറുണ്ട്. And otherwise we even sometimes forget to pray. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാൻ പോലും മറന്നുപോയി എന്ന് വന്നേക്കാം. Many of our parents the same thing, asking the children, did you pray today? പലപ്പോഴും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്ന കേൾക്കാം, നീ ഇന്ന് പ്രാർത്ഥിച്ചോ? Yes. പ്രാർത്ഥിച്ചു. Did you read the Bible? ബൈബിൾ വായിച്ചോ? Yes. അതെ. Now you asked him which chapter you read. നീ ഏത് അധ്യായമാ വായിച്ചെന്ന് ചോദിച്ചാലോ? Some Psalms, I don't know. I have to open the Bible. They were so casual. I'm not blaming any child here. അവര് പറയുന്ന ഒരു പക്ഷേ ആ സങ്കീർത്തനം അത് തുറന്നു നോക്കിയാലേ ഏത് അധ്യായമാണെന്ന് അറിയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഉഴപ്പുന്ന കേൾക്കാം. അത് ഞാൻ കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. Even we have gone through the same stage before. ഞങ്ങളും അതേ അനുഭവത്തിലൂടെ മുന്നേ പോയിട്ടുള്ളവരാണ്. Maybe even now. ഇപ്പോഴും അങ്ങനെ ആയിരിക്കാം. We might feel that when we are comfortable, we forget to do many things which is needed to keep God in our life. നമ്മൾ സുഖകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ദൈവികമായ പല കാര്യങ്ങളും മറന്നു പോകുന്നവരാണ്. My dear brothers and sisters, we need to know that you need God every moment of our life. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷാർത്ഥങ്ങളിലും ദൈവത്തെ ആവശ്യമുണ്ട് എന്ന ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. And if you don't have this feeling, ആ ഒരു തോന്നലില്ലെങ്കിൽ God will break you. നിങ്ങളെ ദൈവം തകർക്കുക തന്നെ ചെയ്യും. Once again, remember that not because he doesn't like you. അത് നിങ്ങളെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല എന്ന് ഒരിക്കലൂടെ ഓർത്തിരിക്കുക. Because he wants you to know that he is there loving, who's willing to render help. നമ്മുടെ തല ഉയർത്തത്തക്ക വിധത്തിൽ അവൻ നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളത് അവൻ കാണിക്കുകയാണ്. So you need to know God every time in your life. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും ദൈവത്തെ അറിയേണ്ടതുണ്ട്. And you might be wondering, what is there for me to know God? I am already a child of God. നമ്മളിങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴേ ദൈവത്തിന്റെ ഒരു മകനാനിയും എന്താ ദൈവത്തെ കുറിച്ച് കൂടുതൽ അറിയാനുള്ളത്? I was thinking of Paul the apostle. ഞാൻ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. I don't think anybody is better than Paul who is sitting here. പൗലോസിനേക്കാളും മെച്ചമായിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? He writes in one of the epistle that I may know him. അവന് ഒരു ലേഖനത്തിൽ ഇങ്ങനെ എഴുതുന്നുണ്ട്, ഞാൻ അവനെ കൂടുതൽ അറിയണം. I was wondering what else he wants to know. പൗലോസിന് എന്താ കൂടുതൽ അറിയേണ്ടത്? He knows everything. He's written it for us to know. അവനെല്ലാം അറിയാം. അവൻ നമുക്ക് വേണ്ടി പല കാര്യങ്ങളും എഴുതി വെച്ചവനാണ്. And he's writing that I may know him. ഞാൻ അവനെ അറിയണം എന്ന് അവൻ എഴുതിയിരിക്കുന്നു. Because he understands the need of God, knowing him day by day more and more. പൗലോസ് അപ്പോസ്തലന് ദൈവത്തിനെ ഓരോ ദിവസവും കൂടുതൽ അറിയണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. So the very first step is to just accept the Lord Jesus Christ as your personal savior. ശരിയാണ്. ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കർത്താവിന്റെ രക്ഷിതാവായിട്ട് അംഗീകരിക്കുന്നതാണ്. Many of us have been saved for many years. നമ്മളിൽ പലരും അനേക വർഷങ്ങളായിട്ട് രക്ഷിക്കപ്പെട്ടവരാണ്. We can even have a silver jubilee and golden jubilee celebration. പലർക്കും 25 വർഷം 50 വർഷമൊക്കെ രക്ഷിക്കപ്പെട്ടതിന്റെ 50ാം വാർഷികമൊക്കെ ആഘോഷിക്കാൻ പറ്റും. But how much do you know God? എന്നാൽ നിങ്ങൾക്ക് ദൈവത്തെ എത്ര അറിയാം? How much have you learned the word of God? ദൈവവചനം എത്ര കണ്ട് പഠിച്ചിരിക്കുന്നു? How much time have you spent with God? ദൈവത്തോടൊപ്പം എത്ര സമയം നിങ്ങൾ ചെലവിടുന്നു? Is your prayer life very serious? നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ഗൗരവമുള്ളതാണോ? Is your study of the word of God very serious? നിങ്ങളുടെ ദൈവവചന പഠനം വളരെ ഗൗരവത്തോടെയാണോ? Is your word of God just used for a Sunday worship meeting and next Sunday? നിങ്ങൾ ദൈവവചനം ആകെ ഉപയോഗിക്കുന്നത് ഒരു ഞായറാഴ്ച ആരാധനയ്ക്ക് ഉപയോഗിച്ച ശേഷം പിന്നത്തെ ഞായറാഴ്ചയാണോ? Oh, that is a very sad situation. അത് വളരെ കഷ്ടകരമായ ഒരു അവസ്ഥയാണ്. I am not blaming anybody. This is the situation of every one of us if you don't have the need of God in your life. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. നമുക്ക് ദൈവത്തിന്റെ ആവശ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള തോന്നലില്ലെങ്കിൽ ഇതാണ് ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യം. So God breaks you to make you know that you need God. നമ്മളെ ദൈവം തകർക്കുന്നതിന്റെ ഒരു കാരണം നമുക്ക് ദൈവത്തെ ആവശ്യമുണ്ടെന്നുള്ള ബോധ്യം വരുത്താനായിട്ടാണ്. Now the third one. മൂന്നാമത്തെ പോയിന്റിലേക്ക് വരട്ടെ. God breaks us to help others who are broken. മറ്റ് തകർന്നവരെ സഹായിക്കാൻ വേണ്ടി നമ്മളെ പര്യാപ്തരാക്കാനാണ് ദൈവം നമ്മളെ തകർക്കുന്നത്. You might have gone through many type of difficulties. നമ്മൾ പല ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയിട്ടുണ്ടായിരിക്കാം. You might have gone through sorrow and pain. പലപ്പോഴും ദുഃഖത്തിലൂടെയും വേദനയിലൂടെയും കടന്നുപോയിട്ടുണ്ടാവാം. Your comfort to the others can be provided. That's what God wants you to do. ദൈവത്തിന് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കണമെന്നുള്ളതാണ്. I remember one of the brother where he lost his son.
ആ ഒരു പുത്രൻ മരിച്ച ഒരു സഹോദരനെ കുറിച്ച് എനിക്കറിയാം. He was very shattered അദ്ദേഹം തകർന്നു പോകാനിടയായി. in Bahrain and he was just crying desperately. ബഹറിലുള്ള ഒരു സഹോദരനാണ്. അദ്ദേഹം നിലവിളിക്കുകയായിരുന്നു. I was just thinking, what can I go and tell this brother to comfort him? ഞാനിപ്പോ ആലോചിച്ചു ഈ സഹോദരനോട് ഞാൻ എന്താണ് ചെന്ന് പറയേണ്ടത്. I went and told him, brother, God is there with you. God will give you the peace to go through this difficult situation. ഞാൻ ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവം നിന്നോടുകൂടെയുണ്ട്, ഈ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെ കടന്നു പോകാൻ ദൈവം നിന്നെ സഹായിക്കും എന്ന്. But I had another brother whom I know very well. എനിക്ക് മറ്റൊരു സഹോദരൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. He also lost his son when he was studying in the 12th standard. അവന്റെ മകനും 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകന് മരിച്ചുപോയ അനുഭവം ഉള്ളവനായിരുന്നു. He went and held him tight. അദ്ദേഹം ചെന്ന് ഈ മരണദുഃഖത്തിൽ ഇരിക്കുന്ന ആ പിതാവിനെ കെട്ടിപ്പിടിച്ചു. And he said, I know what you are going through. അദ്ദേഹം ആ സഹോദരനോട് പറഞ്ഞു, അങ്ങ് കടന്നു പോകുന്നത് എന്തിലൂടെയാണ് എന്ന് എനിക്കറിയാം. But I got peace from God. എന്നാൽ എനിക്ക് അങ്ങനെയുള്ള അവസരത്തിൽ ദൈവത്തിൽ നിന്ന് സമാധാനം ലഭിച്ചു. That same God is your God too. ആ ദൈവം അങ്ങയുടെ ദൈവവുമാണ് എന്ന് പറഞ്ഞു. Oh, what a satisfaction that person received. He smiled. I saw him smiling at him and shaking his head. അപ്പം മറ്റേ ആ മരണദുഃഖത്തിലിരുന്ന സഹോദരന് ലഭിച്ച ആ ആശ്വാസം അനിർവചനീയമായിരുന്നു. അദ്ദേഹം ചിരിക്കുന്നതായിട്ട് പോലും എനിക്ക് തോന്നി. I passed a comfortable message. ഞാൻ വളരെ ആശ്വസിപ്പിക്കുന്ന ഒരു സന്ദേശമാണ് കൊടുത്തത്. I told him that the Lord can give you peace. നിനക്ക് സമാധാനം തരാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ പറഞ്ഞു. But the other brother who has gone through this experience said, my God can really give peace. ഇതേ അനുഭവത്തിലൂടെ കടന്നുപോയ മറ്റേ സഹോദരന് ഈ സഹോദരനോട് പറഞ്ഞു, ദൈവത്തിന് നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിയുമെന്ന്. So my dear brothers and sisters, if you are going through brokenness, know that there is a responsibility for you to comfort others. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങള് തകർച്ചയിലൂടെ കടന്നു പോകുന്നെങ്കിൽ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് എന്ന് ഓർത്തിരിക്കുക. That is what we have to understand. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. I believe the experience we face in life are not just for us alone. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരനുഭവങ്ങളും നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല. It is to comfort others also. ഇത് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയുടെ ഉള്ളതാണ്. We read in 2 Corinthians chapter 1 verse 3 and 4. നമ്മൾ 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. It's written there, praise be to God and Father of our Lord Jesus Christ, the Father of compassion and the God of all comfort, who comforts us in all our troubles, so that we can comfort those in any trouble with the comfort we ourselves received from God. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങള്, മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കും. Oh, what a wonderful word it is. എത്ര മനോഹരമായ ഒരു വാക്യമാണ്. So even your difficulty and suffering which your God is giving you in your life, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് തരുന്ന കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ തന്നെ can be used for his glory. അവന്റെ മഹത്വത്തിനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. So if he's breaking you, he has a desire of somebody else in his life also. അത് നമ്മളെ തകർക്കുന്നുവെങ്കിലും ദൈവത്തിന് മറ്റുള്ളവരെ ആരെയെക്കുറിച്ചുള്ള ഒരു ഉദ്ദേശം അതിന്റെ പിന്നിലുണ്ട്. Maybe you can become a reason of comfort to many. നിങ്ങൾക്ക് മറ്റുള്ള അനേകർക്ക് ആശ്വാസത്തിന്റെ ഒരു കാരണക്കാരിയാകാൻ കഴിയും. My dear brothers and sisters, have you ever been a comfort to anyone in your life? സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും ഒരു ആശ്വാസമായി തീരാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? Any format. ഏതെങ്കിലും കാര്യത്തിൽ. We don't need to mention anything, any particular thing. ഏതെങ്കിലും പ്രത്യേകിച്ച് ഒരു കാര്യത്തെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. Maybe to give a little bit of food for people who are hungry. വിശക്കുന്ന ഒരാൾക്ക് ഇച്ചിരി ആഹാരം കൊടുക്കുന്നതാകാം. Only a man who has gone through starvation knows the value of food. പട്ടിണിയിലൂടെ കടന്നുപോയ ഒരുത്തനെ ആഹാരത്തിന്റെ വില അറിയത്തുള്ളൂ. When we think of the evangelists who are working in many parts of India, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന അനേക സുവിശേഷന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, when we hear the testimony that they say they did not have anything for the next meal, അവരിൽ ചിലർ പറയുന്ന സാക്ഷ്യം കേൾക്കാനിടയായിട്ടുണ്ട്, അടുത്ത സമയത്തെ ആഹാരത്തിനായിട്ട് പ്രത്യേകിച്ച് കയ്യിൽ ഒന്നുമില്ല എന്ന്. And they were kneeling down and looking to the Lord. അങ്ങനെയുള്ള അവസരങ്ങളിൽ അവരെ മുട്ടുകുത്തി ദൈവത്തിലേക്ക് നോക്കിയതിനെ കുറിച്ച്. Is your pockets full of money and stomach full of food, not even bothered to even at least
Pray for such people. നിങ്ങളുടെ പോക്കറ്റ് നിറഞ്ഞിരിക്കുകയും വയറ് ആഹാരം കൊണ്ട് നിറഞ്ഞിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും കൂട്ടാക്കുന്നില്ലേ? And sometimes we go to the extent of even ridiculing such people. നമ്മൾ പലപ്പോഴും അങ്ങനെയുള്ളവരെ പുച്ഛിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. I've seen many people, they say, this man has no other work but to collect money. നമ്മൾ ചിലരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയും, ഈ മനുഷ്യന് പണപ്പിരിവ് മാത്രമേ ഉള്ളൂ എന്ന്. Who are we to judge such people? നമ്മൾ അങ്ങനെ ഒരാളെ നമ്മളെ വിധിക്കാൻ നമ്മൾ ആരാണ്? He is the servant of God. ആ മനുഷ്യൻ ദൈവത്തിന്റെ ദാസനാണ്. If there is any mistake in him, God will take care of it. അവൻ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ദൈവം അതിനെക്കുറിച്ച് കരുതിക്കൊള്ളും. If the Lord has burdened your heart, do something for him. നിങ്ങളുടെ ഹൃദയത്തെ ദൈവം ഭാരപ്പെടുത്തുന്നുവെങ്കിൽ ചെയ്യുക. Otherwise, shut your mouth. Sorry to use that word. അല്ലെങ്കിൽ വായടച്ചിരിക്കുക. അങ്ങനെ ഒരു പദം Let us not be talking about the servants of the Lord anymore. ഞാൻ നമ്മളെ സുവിശേഷന്മാരെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. That is something very much thing which I have to learn very much. അത് വളരെയധികം പഠിക്കാൻ ആവശ്യമുള്ള ഒരു കാര്യമായിരുന്നു. We have to be very careful because we very easily make fun of many people. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ പലപ്പോഴും കളിയാക്കുന്നതിൽ വളരെ വിദഗ്ധരാണ്. Maybe not with intention. ചിലപ്പോൾ ഉദ്ദേശത്തോടെ ആയിരിക്കത്തില്ല അങ്ങനെ ചെയ്യുന്നത്. But maybe it will hurt others also. എന്നാൽ അത് മറ്റുള്ളവരെ മുറിവുണ്ടാക്കുന്നതാണ്. My dear brothers and sisters, let us be a comfort to others. പ്രിയപ്പെട്ടവരെ, നമുക്ക് മറ്റുള്ളവർക്ക് ആശ്വാസമായിരിക്കാം. So let us understand God brings brokenness in our life for us to be a comfort to others. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കേണ്ടതിന് ദൈവം ചിലപ്പോൾ നമ്മളെ തകർച്ചയിലൂടെ നടത്തി. Now the fourth and final one which I want to go through. അവസാനത്തേതും നാലാമത്തേതുമായ പോയിന്റിലേക്ക് വരാം. God breaks us to receive God's grace. ദൈവത്തിന്റെ കൃപ ലഭിക്കാനായിട്ടാണ് ദൈവം നമ്മളെ തകർക്കുന്നത്. We know about Saul of Tarsus who became Paul apostle. നമുക്കറിയാം തർസോസിലെ ശൗല് പിന്നീട് പൗലോസായി മാറിയ കഥ. And we know what he was and what he became. അവന് എന്തായിരുന്നുവെന്നും അവൻ എന്തായി തീർന്നെന്നും നമുക്കറിയാം. Paul's life is God took the worst sinner and made him a chief example of God's grace. ദൈവം ഏറ്റവും പാപികളിൽ പ്രധാനിയെ എടുത്ത് ഏറ്റവും മനോഹരമായ വിശുദ്ധിയുടെ ചിഹ്നമാക്കി മാറ്റി. God changed Paul from being a ruthless enemy to become a champion of the gospel. സുവിശേഷത്തിന്റെ ഏറ്റവും മുഖ്യനായിട്ടുള്ള ഒരു എതിരാളിയിൽ നിന്ന് സുവിശേഷം പ്രചരിപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠനായ ഒരുവനാക്കി മാറ്റി. Paul felt that he was full of righteous because as a Pharisee and all his knowledge which he had. പൗലോസിനുണ്ടായിരുന്ന ആ വലിയ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലും താന് ഒരു പരീശനാണെന്നുള്ള അടിസ്ഥാനത്തിലും താൻ നീതിമാനാണ് എന്ന് പൗലോസ് ചിന്തിച്ചു. He had everything, that is the truth. അവനെല്ലാം ഉണ്ടായിരുന്നുള്ളതാണ്. He had many things to boast. അവന് പല കാര്യങ്ങളെ കുറിച്ച് പ്രശംസിക്കാനുണ്ടായിരുന്നു. But the only thing which was missing in him was Lord Jesus Christ, his Messiah. അവന് ആകപ്പാടെ കുറവുണ്ടായിരുന്നത് യേശുക്രിസ്തു അല്ലെങ്കിൽ മശീഹ എന്നതായിരുന്നു. He is empty. അതുകൊണ്ട് തന്നെ അവൻ ശൂന്യനാണ്. And we know what happened to him. അവൻ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. He encountered God in his life. അവന്റെ ജീവിതത്തിൽ അവന് കർത്താവിനെ കണ്ടുമുട്ടി. He went with all authority to kill the children of God. ദൈവത്തിന്റെ മക്കളെ കൊല്ലുവാനായിട്ടുള്ള അധികാരപത്രം വാങ്ങിയാണ് അവൻ പുറപ്പെട്ടിരുന്നത്. But God broke him and brought him to light. എന്നാൽ അവനെ ദൈവം തകർക്കുകയും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. And that is why he boldly tells, even though once I was a blasphemer and a persecutor and a violent man, I have seen mercy. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ വളരെ ഉറപ്പോടെ ഇങ്ങനെ പറയുന്നത്, ഒരിക്കൽ ഞാൻ നിഷ്ഠൂരനും ഞാൻ കൊലപാതകനും ആയിരുന്നു എങ്കിൽ എനിക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന്. He is telling and confessing, I did this out of ignorance. അവൻ അത് ഏറ്റുപറയുന്നുണ്ട്, ഇത് അറിയായ്മയുടെ കാരണത്താൽ ഞാൻ ചെയ്തു പോയതാണ്. Because I did not know my Lord. എന്റെ കർത്താവിനെ എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു. The grace of our Lord was poured upon him. നമ്മുടെ കർത്താവിന്റെ കൃപ അവന്റെ മേൽ ഒഴിക്കപ്പെട്ടു. He was mightily used for the extension of his kingdom and the gospel to be proclaimed. കർത്താവിന്റെ രാജ്യത്തിന്റെ വിസ്തൃതിക്കായിട്ട് സുവിശേഷത്തിന്റെ പ്രചാരണത്തിനായിട്ട് അവനെ അത്ഭുതാവഹമായിട്ട് ദൈവം ഉപയോഗിച്ചു. We know a lot about Paul. നമുക്ക് പൗലോസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം. And we know how wonderful a man he is. എത്ര മനോഹരമായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം നമുക്കറിയാം. Sometimes I used to think, is this man really existed or
it's just like a story. പലപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇങ്ങനെ ഒരാള് ജീവിച്ചിരുന്നുവോ അതോ ഒരു കഥയാണോ? How can a man live so much for the Lord? ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയോട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ കഴിഞ്ഞത് എന്ന് അത്ഭുതപ്പെടാറുണ്ട്. He is writing what all he went through for the sake of God. കർത്താവിന് വേണ്ടി അവൻ എന്തിലൂടെയൊക്കെ കടന്നുപോയി എന്നുള്ളത് താൻ എഴുതിയിട്ടുണ്ട്. And he has gone through so much of suffering and pain and brokenness. അദ്ദേഹം ധാരാളം കഷ്ടതയിലൂടെയും വേദനയിലൂടെയും തകർച്ചയിലൂടെയും കടന്നുപോയി. And in that, the way he was, God had to be blessing him and blessing him. ആ അവസ്ഥയിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ തന്നെ ദൈവം അവനെ കൂടുതലായിട്ട് അനുഗ്രഹിച്ചുകൊണ്ടേയിരുന്നു. With all these things, he would have put only the best thing and made himself feel that he is something very great. ഈ കാര്യങ്ങളിലൂടെ എല്ലാം ദൈവം ഏറ്റവും നല്ലത് അവന് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവനെ ഏറ്റവും ഉന്നതിയിലേക്ക് നടത്തുകയായിരുന്നു. But he writes something else also there. അവൻ വേറെ ചില കാര്യങ്ങളും എഴുതുന്നുണ്ട്. He said, God gave me a thorn in my flesh. ദൈവം എന്റെ ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. And he was earnestly praying for it. അവൻ അതിനുവേണ്ടി വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. And he said, Lord, please remove this from me. കർത്താവിനോട് അവൻ പറഞ്ഞു, കർത്താവേ ഈ ശൂലം മാറ്റി തരണമേ എന്ന്. Maybe he would have cried and said, Lord, you know how much I do for you. ഒരുപക്ഷെ കർത്താവിനോട് അവൻ പ്രാർത്ഥിച്ചാണ്, കർത്താവേ അങ്ങേക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. And this is actually hindering my movement also. എന്റെ മുന്നോട്ടുള്ള ഗമനത്തെ ഇതെന്നെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട് കർത്താവേ. Actually it's hindering for your gospel to be spread. നിന്റെ സുവിശേഷം പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ ഇതൊരു തടസ്സം കൂടാ കർത്താവേ. Maybe I'm not saying that he said it. Maybe he would have told. ഞാൻ അവൻ അങ്ങനെ പറഞ്ഞു എന്നല്ല, ഒരു പക്ഷേ പറഞ്ഞിരിക്കാം. But you know the answer of our God. നമ്മുടെ കർത്താവിന്റെ ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. God very clearly told him, my grace is sufficient for you. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. My dear brothers and sisters, do you experience the grace of God when you're going through your broken life? പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ തകർച്ചയുടെ ഇടയിലും നിങ്ങൾ ദൈവത്തിന്റെ കൃപ അനുഭവിക്കുന്നുണ്ടോ? You have to understand that you need God's grace literally every day. നിങ്ങളുടെ ജീവിതത്തില് അക്ഷരാർത്ഥത്തിൽ തന്നെ എല്ലാ ദിവസവും ദൈവത്തിന്റെ കൃപ ലഭിക്കണം എന്നുള്ള ബോധ്യമുള്ളവരാണ്. God has to be in your life every time. എല്ലാ സമയത്തും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേ മതിയാകൂ. Now we understand why we are going through problems in our life. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണാം എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഞാൻ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന്. There are many people who preach the word of God. ദൈവവചനം പ്രസംഗിക്കുന്ന അനേകരുണ്ട്. And many of them proclaim that if you come to the Lord Jesus Christ, all your problems are over. You will be filled with and so much of prosperity in your blessed life. പലരും പറയുന്നത് നിങ്ങൾ ദൈവത്തിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾക്ക് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല, നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കും എന്നൊക്കെയാണ്. But if you want to know the reality, go to a testimony meeting. എന്നാൽ യാഥാർത്ഥ്യം അറിയണമെങ്കിൽ ഒരു സാക്ഷ്യയോഗത്തിലേക്ക് കടന്നു. Either there will be sickness, രോഗം കാണും. Either there will be problem with our children's study. മക്കളുടെ പഠനത്തോടുള്ള ബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ കാണും. Either there might be a problem for our job. ജോലിയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ കാണും. And this is a testimony meeting in the believers gathering. വിശ്വാസികളുടെ യോഗത്തിലുള്ള സാക്ഷ്യങ്ങളാണിവ. Why all this problem? എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം? We also know God. നമുക്ക് ദൈവത്തെ അറിയാം. God can bless us abundantly. ദൈവത്തിന് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കാൻ കഴിയുമെന്നും അറിയാം. Just now we were worshipping a God who is almighty and powerful. നമ്മൾ ഇച്ചിരി മുമ്പ് തന്നെ എത്രയും ശക്തനും എത്രയും നല്ലവനുമായ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. There is nothing which he cannot provide. അവന് നൽകാൻ കഴിയാത്തതായിട്ട് യാതൊന്നുമില്ല. But still we are all going through problems in our life. എന്നാൽ നമ്മൾ എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. Either small or big, we are all facing it. ചെറുതാകട്ടെ വലുതാകട്ടെ നമ്മൾ എല്ലാവരും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. And we might be wondering, why am I going through this? നമ്മൾ അന്നേരം ചിന്തിക്കുക, എന്തുകൊണ്ടാണ് ഞാൻ ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നതെന്ന്. Because he wants to give his grace to you. കാരണം തന്റെ കൃപ തനിക്ക് തരുവാൻ ഇഷ്ടമുണ്ട്. Because he wants you to be a comfort to others. നിങ്ങൾ മറ്റുള്ളവർക്ക് ആശ്വാസമായി ഭവിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. Because he wants you to know the need of God in your life. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ആവശ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്. And he wants to use you mightily. നിങ്ങളെ അത്ഭുതാവഹമായിട്ട് ഉപയോഗിക്കാൻ ദൈവത്തിന് ആഗ്രഹം. And ultimately his aim is to bless you. അവന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളെ അനുഗ്രഹിക്കുക എന്നുള്ളത്. If we try our best to do things on our own, we will become a failure. നമ്മളിൽ ആശ്രയിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മൾ പരാജയമായിരിക്കും. The strength as a young man is always a feeling of guts in our body. ശരിയാണ്, നമ്മുടെ ജീവിതത്തില് പ്രത്യേകിച്ച് ഒരു യുവാവ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ശക്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് വലിയൊരു ബലം ധൈര്യം തരുന്ന കാര്യമാണ്. But you ask an old man, he needs help.
എന്നാൽ ഒരു പ്രായമുള്ള ആളിനോട് ചോദിക്കുക, സഹായം ആവശ്യമുണ്ടെന്ന് തന്നെ പറയും. And nowadays, lot of young people are falling sick. ഈ കാലത്ത് അനേക യുവാക്കളായിട്ടുള്ളവരും രോഗികളായിട്ട് തീരുന്നുണ്ട്. So there is nothing very difficult for the Lord to change our situation. നമ്മുടെ സാഹചര്യം മാറ്റാൻ ദൈവത്തിന് ഒട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. So the only thing which we all of us need, whether young or old, is God's grace. ദൈവത്തിന്റെ കൃപയാണ് നമ്മൾ പ്രായമുള്ളവരാണെങ്കിലും പ്രായം കുറഞ്ഞവരാണെങ്കിലും ആവശ്യമായിരിക്കുന്നത്. I've heard about a shepherd in the highland of Scotland. സ്കോട്ട്ലൻഡിലെ ഒരു ഇടയനെ കുറിച്ച് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. He takes his sheep to be fed on the mountains. അദ്ദേഹം മലയുടെ മുകളിലേക്ക് തന്റെ ആടുകളെ തീറ്റാൻ കൊണ്ടുപോകാറുണ്ട്. Some sheep just stray and go down to the cliff. എന്നാൽ ചില ആടുകൾ വഴി തെറ്റി ചില വീഴാൻ സാധ്യതയുള്ള സ്ഥലത്തേക്ക് പോകാറുണ്ട്. Because they are attracted to the very lovely grass which is on that side. ആ വശത്തുള്ള പുല്ല് അവരെ ആകർഷിക്കുന്ന ആവാം. And slowly drifting, it went off. A lot of depth was there. അങ്ങനെ പുല്ലിലാൽ ആകർഷിച്ച് അങ്ങനെ പോയി ഗർത്തത്തിലേക്ക് വീഴാനിടയാകുന്നു. And it comes to a situation that the animal is not able to come back. ആ മൃഗത്തിന് ഒരവസ്ഥ വരും, അതിന് തനിയെ മടങ്ങി വരാൻ കഴിയാത്തതായ. It is to come back, it is so difficult. തിരിച്ചു വരാൻ വലിയ പ്രയാസം. I heard that the shepherd will look down and look at this sheep. ഈ ഇടയന് താഴേക്ക് കുനിഞ്ഞു നോക്കി ആടിനെ നോക്കാറുണ്ട്. And he doesn't do anything. ഒന്നും ചെയ്യത്തില്ല. He waits. വെയിറ്റ് ചെയ്യും. This animal will going up and down. അത് ഇങ്ങനെ അതിലെ നെടുകയും കുറുകയും നടക്കും. He makes it wait maybe for 2 or 3 days also. ചിലപ്പോൾ 2-3 ദിവസം അതിൽ കിടക്കാനായിട്ട് അനുവദിക്കും. Might be the sheep will be thinking, what sort of a shepherd he is. ഒരുപക്ഷെ ആട് ചിന്തിക്കുന്നത് എന്നോ ഒരു ഇടയനാണ് എന്ന്. I'm suffering here and he is looking every time and looking at me and not doing anything. ഞാൻ ഇവിടെ കഷ്ടപ്പെടുക, ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയിട്ട് പുള്ളി ഒരു ചുക്കും ചെയ്യാതെ മടങ്ങി പോവുക. And the shepherd will be feeling that I know my time. അപ്പം ഷെപ്പേർഡ് ഈ ഇടയൻ എന്തായിരിക്കും ചിന്തിക്കുക, എനിക്കറിയാം എപ്പോഴാ ഇടപെടേണ്ടതെന്ന്. And this sheep will get completely tired. അവസാനം ഈ ആട് ഭയങ്കരമായിട്ട് ക്ഷീണിതനായിട്ട് It will be just lying down. അത് വീണു പോകും. That's the time he'll put the rope down and put the knot and pull it up. ആ സമയത്താണ് കയറ് താഴേക്കിട്ട് ഈ ആടിനെ ബന്ധിച്ച് വലിച്ചു Now കയറ്റുന്നത്. you go ask the shepherd, why did you not do this earlier? എന്തുകൊണ്ടാണ് നീ ഇത് നേരത്തെ ചെയ്യാഞ്ഞെന്ന് ഇടയനോട് ചോദിച്ചാലോ? He's saying that sheep will try to do something funny and when I'm trying to help him. അതിന് ആരോഗ്യമുള്ളപ്പോ അതിനെ പിടിച്ചു വെക്കാൻ നോക്കിയാൽ അത് ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും അതിന് കൂടുതൽ പരിക്ക് പറ്റുകയും ചെയ്യും. It might fall even more height and die. ഒരുപക്ഷെ അത് കൂടുതൽ താഴ്ചയിലേക്ക് വീണ് മരിച്ചുപോയെന്നും So he വന്നേക്കാം. is waiting for his helpless condition to save it. അതുകൊണ്ട് ഇടയന് അത് ഏറ്റവും ബലഹീനമാകുന്ന അവസ്ഥയ്ക്കായിട്ട് കാത്തിരിക്കുക അതിനെ രക്ഷിക്കാൻ. My dear brothers and sisters, maybe you're going through problems in your life for many years and months. സഹോദരീസഹോദരന്മാരെ, ഒരുപക്ഷെ അനേക വർഷങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയായിരിക്കാം. You might be wondering why the Lord is not helping me. ദൈവം എന്തുകൊണ്ടാണ് എന്നെ സഹായിക്കാത്തെന്ന് You അത്ഭുതപ്പെടുന്നുണ്ടായിരിക്കാം. might be wondering, why Lord, why are you doing this to me? ദൈവമേ, നീ എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് Why ചോദിക്കുന്നു. there is no problem solution in my family? എന്റെ ജീവിതത്തിന് എന്റെ കുടുംബ പ്രശ്നത്തിൽ എന്താണ് പരിഹാരമില്ലാത്തത്? Why there is no health in me? എന്തുകൊണ്ട് എനിക്ക് ഒരു സഹായം ലഭിക്കുന്നില്ല? What happened to my children and their future? എന്റെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഭാവിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? Why there is no answer from you, Lord? കർത്താവേ, നിന്നിൽ നിന്ന് എന്താണ് എനിക്ക് ഒരു ഉത്തരം ലഭിക്കാതെ ഇരിക്കുന്നത്? Don't think the shepherd is turning his face off from you. ഈ ഇടയൻ നിങ്ങളുടെ അടുത്തുനിന്ന് മുഖം തിരിച്ചു എന്ന് ചിന്തിക്കരുതേ. He might be telling you, son, I'm waiting for the right time. ഒരു പക്ഷേ ഇടയൻ പറയുകയായിരിക്കും, മകനെ മകളെ, ഞാന് തക്ക സമയത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. I will not leave you nor forsake you. ഞാൻ നിന്നെ തള്ളിക്കളയില്ല, ഉപേക്ഷിക്കുകയില്ല. Because I have bought you with my own precious blood. കാരണം ഞാൻ എന്റെ വിലയേറിയ രക്തം കൊണ്ടാണ് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത്. I will surely lift you up from your problem. നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് ഞാൻ തീർച്ചയായും നിങ്ങളെ വലിച്ചു കയറ്റിയത്. I am waiting for the time when you will totally surrender to me. നിങ്ങള് എനിക്ക് എന്റെ മുന്നിൽ പൂർണ്ണമായിട്ട് അടിയറവ് വെക്കുന്നത് വരെ ഞാൻ കാത്തിരിക്കുകയാണ്. I know you are going through pain. നിന്നെ ഈ വേദനയിലൂടെ കടന്നു പോകുന്നു എന്ന് എനിക്കറിയാം. And my heart is also bleeding because of that. അതുകൊണ്ട് തന്നെ എന്റെ ഹൃദയം ഇങ്ങനെ രക്തം കിനിച്ചുകൊണ്ടിരിക്കുകയാണ്. But I'm waiting for my time. എന്റെ സമയത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. My dear brothers and sisters, sometimes God will allow the same thing to happen in your life. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇതുപോലെ ദൈവം പ്രവർത്തിക്കാൻ ഇടയുണ്ട്. There are many examples which we can quote.
ധാരാളം ഉദാഹരണങ്ങൾ പറയാനായിട്ട് സാധിക്കും. And I have no time in front of me. ആ ധാരാളം സമയമില്ല. We know about Peter, the disciple. നിങ്ങൾക്ക് ശിഷ്യനായ പത്രോസിനെ കുറിച്ച് അറിയാം. He said he wanted to be the leader among them. അവരുടെ ഇടയിലെ നേതാവായിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. If you read the word of God, he is qualified to be one. He was a smart man. നമ്മൾ വചനം വായിച്ചാൽ അവൻ അതിന് പറ്റിയ ആളാണ്, വളരെ മിടുക്കനാണ്. Even had the guts to advise the Lord. അവനെ കർത്താവിനെ ഉപദേശിക്കാൻ വരെ ധൈര്യമുള്ളവനായിരുന്നു. And he was trying to be a little outspoken person, and he was a smart man. അവന് വളരെ മേന്മയുള്ള മിടുക്കനായ ചൊടിപ്പുള്ള ഒരുവനായിരുന്നു. To him God went and said, "You will deny me." അവനോട് കർത്താവ് എന്ന് പറഞ്ഞു, നീ എന്നെ തള്ളിപ്പറയും. No way, I will never do it. അവൻ പറഞ്ഞില്ല, ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല. And it happened that he denied. എന്നാൽ അങ്ങനെ തന്നെ സംഭവിച്ചു, അവൻ തള്ളിപ്പറഞ്ഞു. All the gut feeling and the smartness in his life was just drained down when the cock crew. ആ കോഴി കൂകിയപ്പോൾ അവന്റെ ജീവിതത്തിലെ സകല മിടുക്കും ചടുലതയും എല്ലാം തകർന്നുപോയി. And he cried bitterly. അവൻ വളരെ ദുഃഖത്തോടെ കരഞ്ഞു. God broke him. ദൈവം അവനെ തകർത്തു. Then you know what Peter was. പീറ്റർ അതിനുശേഷം എങ്ങനെയായെന്ന് നമുക്കറിയാം. He was not bothered about to become a leader. അതിനുശേഷം അവനൊരു നേതാവാനുള്ള ആഗ്രഹം ഇല്ലാതെയായി. His intention was out to tell about the Lord Jesus Christ. കർത്താവിനെ കുറിച്ച് പറയണമെന്നുള്ളത് മാത്രമായി അവന്റെ ആഗ്രഹം. He went out powerfully and spoke the word of God. അവൻ വളരെ ശക്തിയോടെ പോയി ദൈവവചനം പ്രസംഗിച്ചു. Oh, what a feeling we have in our life. നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒരു അനുഭൂതിയാണത്. We have to also understand, my dear brothers and sisters, God wants to use you. ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. But he's waiting for you to break all yourself out of it. നിങ്ങളുടെ ജീവിതത്തിലെ സ്വയം തകരാനായിട്ട് അവൻ കാത്തിരിക്കുകയാണ്. And when that is totally broken, അത് സമ്പൂർണ്ണമായി തകർന്നു കഴിയുമ്പോൾ, when you tell him, Lord, I am empty, എന്നിൽ ഒന്നുമില്ല കർത്താവേ എന്ന് നമ്മൾ ദൈവത്തോട് പറയുമ്പോൾ, he will fill you and use you for his glory. അവൻ നിങ്ങളെ നിറയ്ക്കും, തന്റെ മഹത്വത്തിനായി നിങ്ങളെ ഉപയോഗിക്കും. I have 2 minutes in front of me. എന്റെ മുന്നിൽ 2 മിനിറ്റ് കൂടെ ഉണ്ട്. And I'm just taking the example from the Old Testament, that is Jacob. പഴയ നിയമത്തിൽ നിന്ന് ഞാനൊരു ഉദാഹരണം എടുക്കാൻ ആഗ്രഹിക്കുന്നു. യാക്കോബിന്റെ ഉദാഹരണം. He's a son of Isaac. അവന് ഇസ്ഹാക്കിന്റെ പുത്രനാണല്ലോ. You know about Jacob. യാക്കോബിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. Very smart fellow. വളരെ മിടുക്കൻ. And a little cunning guy also. ഒരു തമാശക്കാരനുമാണ്. And when I was just reading about this Jacob, യാക്കോബിനെ കുറിച്ച് ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ, I said, whatever it is, it's not right for God to bless this fellow. ദൈവം ഈ മനുഷ്യനെ അനുഗ്രഹിച്ച് ഒട്ടും ശരിയല്ല എന്ന് എനിക്ക് തോന്നി. He's doing all sorts of things which I do. ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യുന്ന ഒരുത്തനാ. Tricking people, doing this, doing that, all the things which a normal human being is doing, and little more also. ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്ന എല്ലാം അവൻ ചെയ്യുന്നുണ്ട്, അല്പം കൂടെ കൂടുതലും ചെയ്യുന്നുണ്ട്. But God blessed him. എന്നാൽ ദൈവം അവനെ അനുഗ്രഹിച്ചു. He went through a time of 20 years of training. അവന് 20 വർഷത്തിന്റെ തകർച്ചാ ജീവിതത്തിലൂടെ കടന്നുപോയി. He went to Laban's house, and you go home and read that how Laban tricked him. അവന് ലാബാന്റെ വീട്ടിലേക്ക് ചെന്നു. ലാബാൻ അവനെ എങ്ങനെയാണ് കുത്തി നോവിച്ചതെന്നുള്ളത് നിങ്ങൾ വീട്ടിൽ പോയി ഒന്ന് വായിച്ചു നോക്ക്. Then you would have realized, oh, what I did to my father was wrong. അപ്പോഴേ അവൻ ചിന്തിച്ചാണ്, എന്റെ പിതാവിനോട് ഞാൻ ചെയ്തൊക്കെ തെറ്റിപ്പോയി. So all that he went through, അവൻ അതിലൂടെ എല്ലാം കടന്നുപോയി. Finally he came to a situation where he put everybody aside, and he had to face the angel of the Lord. അവന് എല്ലാവരെയും ഒരു വശത്തേക്കൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞപ്പോൾ അവൻ തനിയെ ദൈവദൂതനെ അഭിമുഖീകരിക്കേണ്ടി വന്നു. And even there he tried his best to wrestle. അവിടെയും അവന് മല്ലയുദ്ധത്തിനായിട്ട് ആവത് ശ്രമിച്ചു. And finally the Lord did. That's enough. You stop here. അവസാനം ദൈവം പറഞ്ഞു, മതിയടാ, ഇവിടെ നിർത്ത് എന്ന്. He touched his side of the thigh. അവന്റെ തുടയിൽ തൊട്ടു. That's it. അതോടെ തീർന്നു. Finished. തീർന്നു. Then God changed him from Jacob to Israel. അപ്പോഴ് ദൈവം അവനെ യാക്കോബിൽ നിന്ന് ഇസ്രായേലിലേക്ക് മാറ്റി. He has already planned to make Jacob Israel. അവന് നേരത്തെ തന്നെ യാക്കോബിനെ ഇസ്രായേലാക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. He should have made him in the very beginning itself. ആദ്യം തന്നെ അത് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. But he waited till he was trusting on him. എന്നാൽ അവന് ഇവൻ തകരുന്നത് വരെയും കർത്താവ് കാത്തിരുന്നു. We know how about Jacob before. നമുക്ക് യാക്കോബിന്റെ മുന്നിലുള്ള ജീവിതത്തെ കുറിച്ച് അറിയാം. And we know what has happened at that time. ആ സമയത്ത് സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. And we know what has exactly happened. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നമുക്കറിയാം. You know, he had to have a stick to be leaning
always. അതിനുശേഷം അവനൊരു ഊന്നുവടി ആവശ്യമായിട്ട് വന്നു. Even at the end of his life, ജീവിതത്തിന്റെ അവസാനം പോലും when he's blessing his children, the word of God records, I forgot to note that verse, it says, he blessed them leaning on his staff. അവന് തന്റെ വടിയിൽ കുത്തി തന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചായിട്ട് അവസാനം ദൈവവചനം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. Oh, what a lesson we can learn, my dear brothers and sisters. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതിൽ നിന്ന് എന്ത് വലിയൊരു പാഠമാണ് പഠിക്കാനുള്ളത്. You lean on the Lord. ദൈവത്തിങ്കിലേക്ക് ചായുക. Break yourself. If God breaks you, allow him to break you to be a blessing in your life. നിങ്ങളുടെ സ്വയത്തെ തകർക്കുക. ദൈവം നിങ്ങളുടെ സ്വയത്തെ തകർക്കുമ്പോൾ അതിനായിട്ട് ദൈവത്തെ അനുവദിക്കുക. And I'm repeating the words which I started. ഞാൻ ആരംഭത്തിൽ പറഞ്ഞ വാക്കുകൾ ആവർത്തിക്കുകയാണ്. The blessing of brokenness. തകർച്ചയുടെ അനുഗ്രഹീത അവസ്ഥ. God wants to bless us. നമ്മളെ അനുഗ്രഹിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. Let's go through the life of brokenness. നമുക്ക് തകർച്ചയുടെ ജീവിതത്തിലൂടെ കടന്നു പോകാം. Be willing to come back. മടങ്ങി വരാനായിട്ട് തയ്യാറായിരിക്കുക. Allow God to work through us. നമ്മളിലൂടെ പ്രവർത്തിക്കാൻ ദൈവത്തെ അനുവദിക്കുക. So that we will become a blessing. അത് നമുക്ക് അനുഗ്രഹത്തിൽ കലാശിക്കും. And we will become a blessing to others. നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുകയും ചെയ്യും. What a blessed life. എന്തൊരു അനുഗ്രഹീതമായ ജീവിതം. What a wonderful God. എന്തൊരു അത്ഭുതകരമായിട്ടുള്ള ഒരു ദൈവമാണ്. So let us worship him, adore him, and live for him in the days to come. അവനെ നമുക്ക് ആരാധിക്കാം, അവനെ നമുക്ക് ബഹുമാനിക്കാം, വരുന്ന ദിവസങ്ങളിൽ അവന് വേണ്ടി ജീവിക്കാം. His name be glorified. അവന്റെ നാമം മഹത്വം.